പ്രിയ മക്കളെ, എന്താണ് ക്രിസ്മസ് എന്ന് നിങ്ങൾക്കറിയാമോ? ഉണ്ണീശോ ജനിച്ച ദിവസം. നമുക്ക് ഉണ്ണീശോയുടെ കഥയൊന്ന് കേൾക്കാം. പണ്ട് പണ്ട് ഗലീലയിലെ നസ്രത്തിൽ മറിയം എന്നു പേരുള്ള ഒരു കന്യക ജീവിച്ചിരുന്നു. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന യുവാവുമായി അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മറിയം തുണി തുന്നിക്കൊണ്ടിരിക്കവേ ഗബ്രിയേൽ മാലാഖ മറിയത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേരിടണം. മാലാഖയുടെ വാക്ക് കേട്ട് മറിയം അത്ഭുതപ്പെട്ടു. അവൾ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. തെല്ലും ആശങ്കയോടെ മറിയം ദൈവഹിതത്തിന് മുൻപിൽ ആമേൻ പറഞ്ഞു. ദൈവത്തിന്റെ വെളിപാട് കിട്ടിയ പ്രകാരം നീതിമാനായ ജോസഫ് മറിയത്തെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു. അഗസ്റ്റിൻ സീസറിന്റെ കാലത്ത് സകലരുടെയും പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. ഇതിൻ പ്രകാരം തന്റെ നാടായ ബെത്ലഹേമിലേക്ക് ഭാര്യയും ഗർഭിണിയുമായ മറിയത്തെയും കൂട്ടി ജോസഫ് യാത്ര തിരിച്ചു. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. സത്രത്തിൽ അവർക്ക് ഇടം ലഭിക്കാതിരുന്നതിനാൽ അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചു. ദൈവത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അവൾ കുഞ്ഞിന് യേശുവെന്ന് പേര് നൽകി. അക്കാലത്ത് ആടുകളെ രാത്രി കാത്തിരുന്ന ഇടയന്മാർ അവിടെയുണ്ടായിരുന്നു. മാലാഖ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മാലാഖയുടെ വാക്ക് കേട്ട് ഇടയന്മാർ കാലിത്തൊഴുത്തിലേക്ക് ഓടിയെത്തി. രക്ഷകനായ ഉണ്ണീശോയെ കണ്ട് അവർ സന്തോഷിച്ചു. ഒന്നു ചേർന്ന് അവർ ഈശോയെ കുമ്പിട്ട് ആരാധിച്ചു. അതേസമയം ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്ന ജ്ഞാനികളായ 3 രാജാക്കന്മാർ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് യാത്ര തിരിച്ച് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെത്തി. രക്ഷകനായ ഈശോയെ കണ്ട് അവർ ഏറെ സന്തോഷിച്ചു. അവർ രക്ഷകന് വേണ്ടി കരുതിയിരുന്ന വിലയേറിയ കാഴ്ചകൾ, പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ രക്ഷകന്റെ മുൻപിൽ സമർപ്പിച്ച് അവിടുത്തെ കുമ്പിട്ട് ആരാധിച്ചു. കുഞ്ഞുങ്ങളെ, രക്ഷകനായ ഈശോയുടെ ജനനത്തിൽ നമുക്കും സന്തോഷിക്കാം. മാലാഖമാരോട് ചേർന്ന് നമുക്കും പാടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം.